നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎസിൽ 5G സാങ്കേതികവിദ്യ നടപ്പാക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിക്കുറച്ചതായി റിപ്പോർട്ട്. ജനുവരി 19 മുതൽ യുഎസിലേക്കുള്ള സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്തതായി എയർ ഇന്ത്യ ട്വീറ്റിൽ അറിയിച്ചു. 5G സേവനം നടപ്പാക്കുമ്പോൾ വ്യോമസേന പ്രതിസന്ധി ഉണ്ടാകുമെന്ന് US എയർലൈൻ മേധാവിമാർ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് നടപടി. റദ്ദാക്കിയതും വൈകുന്നതുമായ വിമാന സർവീസുകളുടെ വിവരങ്ങൾ എയർ ഇന്ത്യ തുടർച്ചയായി ട്വീറ്റ് ചെയ്യുന്നുണ്ട്. US സർക്കാർ നടപ്പാക്കുന്ന പുതിയ 5G സേവനങ്ങൾ വിമാന സർവീസിനെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. 15,000 വിമാനങ്ങൾ, 1.25 ദശലക്ഷം യാത്രക്കാർ, ചരക്കുഗതാഗതം എന്നിവയെല്ലാം 5G ബാധിക്കുമെന്നാണ് യുണൈറ്റഡ് എയർലൈൻസ് പറഞ്ഞത്. റൺവേയുടെ അടുത്ത് 5G സംവിധാനങ്ങൾ സ്ഥാപിച്ചാൽ 5G തരംഗങ്ങൾ വിമാനങ്ങളിലെ ആശയവിനിമയത്തിന് തടസ്സമുണ്ടാക്കും. ടേക്ക് ഓഫ്, ലാൻഡിംഗ്, കാലാവസ്ഥാ നിരീക്ഷണം തുടങ്ങിയ സുപ്രധാന സുരക്ഷാ കാര്യങ്ങളെ 5G ദോഷകരമായി ബാധിക്കുമെന്നും യുണൈറ്റഡ് എയർലൈൻസ് ചൂണ്ടിക്കാട്ടി. 5G ഉപകരണങ്ങളുടെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന തടസ്സത്തെ തുടർന്ന് പലപ്പോഴും വിമാനങ്ങൾ റദ്ദാക്കുകയോ വഴിതിരിച്ചു വിടുകയോ വേണ്ടിവരും. ഇത് ലക്ഷക്കണക്കിന് യാത്രക്കാരെ പ്രയാസത്തിലാക്കും. വ്യോമസേനാ സുരക്ഷയും പ്രതിസന്ധിയിലാകുമെന്നാണ് ആക്ഷേപം. അതേസമയം ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ ആകർഷിക്കാൻ വൻ ഓഫറുമായി എയർ ഇന്ത്യ രംഗത്ത് വന്നിരുന്നു. ഇതിനായി 3-in-1 ഓഫറാണ് എയർ ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ ഉൾപ്പെടെ 9 സെക്ടറുകളിലേക്കാണ് ഈ ഓഫർ ലഭ്യമാവുക. ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ 310 ദിർഹമാണ് എയർ ഇന്ത്യ ഓഫർ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇക്കോണമി ബാഗേജ് പരിധിയുമുണ്ട്. ഒരു പ്രാവശ്യം യാത്രാ തീയതി സൗജന്യമായി മാറ്റാനും അവസരമുണ്ടാകും. അഹമ്മദാബാദ്, അമൃത്സർ, ബംഗളൂരു, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, ഇൻഡോർ, ജയ്പൂർ, മുംബൈ എന്നീ വിമാനത്താവളങ്ങളിൽ നിന്ന് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ 310 ദിർഹം, അതായത് 6,270 രൂപയെ ടിക്കറ്റിന് ഈടാക്കുകയുള്ളൂവെന്നാണ് റിപ്പോർട്ട്. ലക്നൌവിലേക്ക് 330 ദിർഹവും ഗോവയിലേക്ക് 540 ദിർഹവുമാണ് കുറഞ്ഞ നിരക്ക്. UAE യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് മാത്രമാണ് ഈ ഓഫറുകൾ ബാധകമാവുക. ജനുവരി മാസം 31-നുള്ളിൽ ടിക്കറ്റ് എടുക്കുകയും മാർച്ച് 31-നകം യാത്ര ചെയ്യുകയും വേണമെന്ന് നിബന്ധനയുണ്ട്. താൽപ്പര്യമുള്ളവർ എയർ ഇന്ത്യ ഓഫീസിൽ നേരിട്ട് ബന്ധപ്പെടണം. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.